ഹലോ എവ്രിവൺ. ആകാശം എന്ന മനോഹരമായ പ്രണയകഥയുടെ 46ാമത്തെ പാർട്ടിലേക്ക് കടക്കാം. അടുത്ത ദിവസം തന്നെ കനക തൻ്റെ ഓഫീസിലേക്ക് കയറി വന്നപ്പോൾ ബാലചന്ദ്രൻ അവളോട് ആത്മാർത്ഥമായി നന്ദി പറഞ്ഞു. കനക, എൻ്റെ മനസ്സാകെ ബ്ലാങ്കായ ഒരവസ്ഥയിലായിരുന്നു. എനിക്ക് എൻ്റെ മക്കളെയോ അമ്മയെയോ ഒന്നും സ്നേഹിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. എൻ്റെ ഭാര്യ മരിച്ച ശേഷം ഞാൻ എല്ലാവരിൽ നിന്നും അകന്നു നിൽക്കുകയായിരുന്നു. നിൻ്റെ വാക്കുകൾ ശരിക്കും എൻ്റെ കണ്ണു തുറപ്പിച്ചു. ഇനിയെങ്കിലും എനിക്ക് എൻ്റെ മക്കൾക്കൊപ്പം കഴിയണം. ഈ 2 മാസം കൂടി കഴിഞ്ഞാൽ കിരണിൻ്റെ ആനുവൽ എക്സാമാണ്. അത് കഴിഞ്ഞ് ഞാൻ അവരെ ഇങ്ങോട്ട് കോട്ടയത്തേക്ക് കൊണ്ടുവരും. കനക സന്തോഷത്തോടെ അദ്ദേഹത്തെ നോക്കി പുഞ്ചിരിച്ചു. പതിയെ പതിയെ ബാലചന്ദ്രൻ എന്ന മനുഷ്യനിൽ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങി. പഴയ പ്രസരിപ്പും ഉത്സാഹവും വീണ്ടും അദ്ദേഹത്തോടൊപ്പം കടന്നു വന്നു. ഓഫീസിലുള്ളവരും കുടുംബത്തിലുള്ളവരും വളരെയേറെ സന്തോഷിച്ചു. അതിനിടയിൽ എപ്പോഴോ അദ്ദേഹം കനകയുമായി കൂടുതൽ അടുത്തിരുന്നു. മറ്റാരും അറിയാതെ ആ സൗഹൃദം ഒരു പ്രണയത്തിലേക്ക് വഴി മാറുകയായിരുന്നു. ആരുമില്ലാത്ത അനാഥയായ കനകയ്ക്ക് തന്നെ സ്നേഹിക്കും പോലെ തന്നെ തൻ്റെ മക്കളെയും സ്നേഹിക്കാൻ കഴിയുമെന്ന് ബാലചന്ദ്രൻ കരുതി. അവരുടെ പ്രണയം മനസ്സിലാക്കിയ മറ്റൊരാളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്തായ ഭദ്രൻ. ഭദ്രന് ബാലചന്ദ്രൻ്റെയും കനകയുടെയും ബന്ധം ഒരിക്കലും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ഭാര്യ മരണപ്പെട്ട അയാളെ കൊണ്ട് സാവധാനത്തിൽ മനസ്സ് മാറുമ്പോൾ തൻ്റെ അനിയത്തിയായ ഗായത്രിയെ വിവാഹം കഴിപ്പിക്കണമെന്ന് ഭദ്രൻ ആഗ്രഹിച്ചിരുന്നു. കണക്കില്ലാത്ത സ്വത്തിൻ്റെ ഉടമയാണ് ബാലചന്ദ്രൻ. ആ സ്വത്തുക്കളെല്ലാം വെറുമൊരു ജോലിക്കാരനായ തനിക്കൊരിക്കലും സ്വന്തമാക്കാൻ കഴിയില്ല. എന്നാൽ ഗായത്രിയെ അയാൾ വിവാഹം കഴിച്ചാൽ ഒരുപക്ഷെ തൻ്റെ ആഗ്രഹം പോലെ തന്നെ ഈ സ്വത്തുക്കളെല്ലാം കാലക്രമേണ തൻ്റെ കാൽക്കീഴിൽ തന്നെ വന്നു ചേരും. അയാൾ ബാലചന്ദ്രനും കനകയും തമ്മിലുള്ള ബന്ധം തകർക്കാൻ വേണ്ടി പദ്ധതി തയ്യാറാക്കി. കിരണിൻ്റെ സ്കൂൾ എക്സാം കഴിഞ്ഞ് വെക്കേഷൻ സമയം വന്നു. ബാലചന്ദ്രൻ നാട്ടിൽ നിന്നും കോട്ടയത്തേക്ക് കിരണിനെയും ലക്ഷ്മിയെയും കൊണ്ടുവരാൻ തീരുമാനിച്ചു. ശേഷമുള്ള സ്കൂളും പഠനവുമെല്ലാം കോട്ടയത്താക്കാമെന്ന് അയാൾ കരുതി. അമ്മയെയും മക്കളെയും കൂടെ കൊണ്ടുവന്ന് ഇനിയുള്ള കാലം കനകയെ വിവാഹം കഴിച്ച് സമാധാനത്തോടെ ജീവിക്കണം എന്നയാൾ മനസ്സിൽ ഉറപ്പിച്ചു. കനക, ഇന്ന് രാത്രിയാണ് എൻ്റെ ടിക്കറ്റ്. ഞാൻ നാട്ടിലേക്ക് എത്തിയ ഉടനെ തന്നെ നിന്നെ വിളിക്കാം. മക്കളെയും അമ്മയെയും കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിച്ചാൽ പിന്നെ എല്ലാം ശരിയാവും, അയാൾ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എൻ്റെ കനക, രാവിലെ മുതൽ ഞാൻ നിന്നെ ശ്രദ്ധിക്കുക. നിനക്കെന്തോ ഒരു വല്ലായ്ക പോലെയുണ്ടല്ലോ മുഖത്ത്. എന്തു പറ്റി? അയാളുടെ ചോദ്യം കേട്ട കനകയുടെ മുഖം താണുപോയി. അവളുടെ കണ്ണുകൾ ഈറനായി. ഒരിക്കലും കനകയുടെ മുഖം ഇത്ര വിളറിയിരിക്കുന്നത് താൻ കണ്ടിട്ടില്ല. എത്ര സങ്കടമുണ്ടെങ്കിലും അവൾ പുഞ്ചിരിക്കാറാണ് പതിവ്. ബാലചന്ദ്രൻ്റെ ഹൃദയം വിങ്ങി. അയാൾ അവളെ തൻ്റെ ശരീരത്തോട് ചേർത്തു നിർത്തി. എന്തു പറ്റിയടോ? എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറയൂ. അവൾ കരഞ്ഞുകൊണ്ട് ആ നെഞ്ചിൽ നിന്നും മുഖമുയർത്തി. ബാലേട്ടാ, ഞാൻ പ്രഗ്നൻ്റ് ആണ്. അവളുടെ വാക്കുകൾ ചിലമ്പിച്ചതായിരുന്നു. കനകയുടെ വാക്കുകൾ കേട്ട ബാലചന്ദ്രൻ അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ഇതിനാണോ എൻ്റെ പൊന്നെ നീ ഇത്രയും ടെൻഷനായത്? ഇപ്പോൾ തന്നെ ഓൾറെഡി നമുക്ക് 2 മക്കളില്ലേ? അവർക്ക് ഇളയ കുട്ടിയായി. നിൻ്റെ വയറ്റിലുള്ള കുഞ്ഞ് നമ്മുടെ 3ാമത്തെ ആളായി വളരും. നീ ഒട്ടും ടെൻഷൻ അടിക്കല്ലേ. 2 ദിവസം കൊണ്ട് തന്നെ ഞാൻ തിരിച്ചെത്തും. അവിടെ ചെന്ന കിരണിൻ്റെ TC വാങ്ങണം. അവൻ 2ാം ക്ലാസ്സിലേക്കാണ്. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങെത്തും. വന്നാലുടനെ തന്നെ ഒരു ചെറിയ രജിസ്റ്റർ മാരേജ്. അമ്മയും നമ്മുടെ മക്കളും അവർ മാത്രം മതി. എല്ലാം ശരിയാവും, അയാൾ അവളെ സമാധാനിപ്പിച്ചു. എന്നാൽ കനകയ്ക്ക് സമാധാനിക്കാൻ കഴിയുമായിരുന്നില്ല. ആരോരുമില്ലാത്ത അനാഥയായ പെൺകുട്ടിയാണ് കനക. ആലീസിൻ്റെ അച്ഛനായ വർമ്മസാറാണ് തെരുവിൽ നിന്നും അനാഥയായ കനകയെ എടുത്തു വളർത്തിയത്. വർമ്മസാർ കനകയെ അമ്മ വീട്ടിലേക്ക് കൊണ്ടുവന്നു. നല്ല വസ്ത്രവും ഭക്ഷണവും കിടക്കാനൊരിടവും കൊടുത്തു. നല്ല വിദ്യാഭ്യാസം നൽകി. നീലഗിരി ഗ്രൂപ്പിൻ്റെ സ്ഥാപനത്തിലേക്ക് ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞ് അവളെ നീലേശ്വരത്തു നിന്നും കോട്ടയത്തേക്ക് കൊണ്ടുവന്നു. ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം അവളെ പങ്കെടുപ്പിച്ചു. അങ്ങനെ അവൾക്കൊരു ജോലിയും വരുമാനവും വർമ്മസാർ ഉണ്ടാക്കി കൊടുത്തു. സ്വന്തം അച്ഛനല്ലെങ്കിൽ കൂടി ഒരച്ഛൻ്റെ കടമയെല്ലാം നിറവേറ്റിയ വർമ്മസാറിനോട് താൻ എങ്ങനെ ഇത് പറയും?
വിവാഹത്തിന് മുമ്പേ ഗർഭിണിയാണെന്ന് ഈ ലോകം അറിഞ്ഞാലുള്ള അവസ്ഥ എന്താവും? കനക ഒരുപാട് ടെൻഷനിലായിരുന്നു. ബാലചന്ദ്രൻ നാട്ടിലേക്ക് പോയതിന് പിന്നാലെ തന്നെ ഭദ്രൻ കനകയെ കാണാൻ അവളുടെ ഹോസ്റ്റൽ മുറിയിലേക്ക് എത്തി. ഭദ്രൻ സാർ എന്താ ഇവിടെ? അവൾ അയാളോടായി സംശയത്തോടെ ചോദിച്ചു. ബാലൻ നാട്ടിലേക്ക് പോയത് നിന്നോട് പറഞ്ഞില്ലേ? ഇനി സാറ് ഇവിടേക്ക് വരാൻ സാധ്യതയില്ല. നിന്നെ കമ്പനിയിൽ നിന്നും പിരിച്ചുവിട്ടു എന്നുള്ള ലെറ്റർ തരാൻ വേണ്ടിയാ എന്നെ ഇങ്ങോട്ട് സാറ് പറഞ്ഞയച്ചത്, ഭദ്രൻ കനകയോടായി പറഞ്ഞു. അവളുടെ മനസ്സിൽ ഒരു ഭൂകമ്പം തന്നെയായിരുന്നു നടന്നത്. അവൾക്ക് അയാൾ പറയുന്നത് വിശ്വസിക്കാനായില്ല. സാറ് വെറുതെ എന്നെ ടെൻഷനാക്കാൻ വേണ്ടി എന്തെങ്കിലും പറയല്ലേ? സാറൊരിക്കലും എന്നോടങ്ങനെ പറയില്ല. എന്നെ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടാനോ ജോലിയിൽ നിന്ന് പുറത്താക്കാനോ ഒന്നും സാറിന് കഴിയില്ല. നാട്ടിൽ നിന്ന് അമ്മയെയും മക്കളെയും കൂട്ടി വന്നാലുടൻ തന്നെ ഞങ്ങൾ തമ്മിലുള്ള വിവാഹം നടത്താമെന്ന ബാലേട്ടൻ എന്നോട് പറഞ്ഞത്. അവൾ കരയാൻ തുടങ്ങിയിരുന്നു. ഭദ്രൻ്റെ മുഖത്ത് പരിഹാസം നിറഞ്ഞു. എൻ്റെ കനക, നീ ഇത്രയും മണ്ടിയായി പോയല്ലോ. നമ്മളെപ്പോലുള്ള പാവപ്പെട്ട ആളുകളുമായി സാറിനെപ്പോലുള്ളവർ ബന്ധം സ്ഥാപിക്കുന്നതെല്ലാം വിവാഹം കഴിക്കാനാണെന്നാണോ നീ കരുതിയത്? പണക്കാർക്കങ്ങനെ എന്തു ചെയ്യാം. നമ്മൾ ശരിക്കും അവർക്ക് അടിമകളാണ്. ഈ ലെറ്ററും ഇതിൻ്റെ കൂടെയുള്ള പണവും വാങ്ങി തൽക്കാലം നീ നിൻ്റെ നാട്ടിലേക്ക് തിരികെ പോവാൻ നോക്ക്. സാറ് തിരിച്ചു വരുമ്പോൾ നിന്നെ ഇവിടെ കാണാൻ പാടില്ലെന്നാ എന്നോട് പറഞ്ഞിരിക്കുന്നത്. കനക അവൾക്ക് നേരെ നീട്ടിയ ആ ലെറ്റർ കയ്യിലേക്ക് വാങ്ങി. അതിനടിയിലായി ബാലചന്ദ്രൻ സൈൻ ചെയ്തിരിക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. മനസ്സ് തകർന്ന് അവൾ നിലത്തേക്കിരുന്നു. ഹൃദയം പൊട്ടി അവൾ മതിയാകുവോളം കരഞ്ഞു. ലെറ്ററിനൊപ്പമുള്ള ആ നോട്ടുകെട്ടിലേക്ക് അവളുടെ കണ്ണുനീർ വീണ് നനഞ്ഞു. ഇത് കൂടെ കിടന്നതിനും സ്നേഹിച്ചതിനുമുള്ള കൂലിയാണോ? അവൾ ജീവൻ തുടിക്കുന്ന തൻ്റെ വയറ്റിലേക്ക് അമർത്തി പിടിച്ചു. ജീവനേക്കാളുപരിയായി തന്നെ അദ്ദേഹം സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ തൻ്റെതെല്ലാം, തൻ്റെ സ്വന്തമായിരുന്നതെല്ലാം അദ്ദേഹം കവർന്നെടുത്തു. അതിനും ശേഷം ഒരു ജീവൻ തന്നെ ഈ ഉദരത്തിൽ വളരുന്നുണ്ട് എന്ന് അദ്ദേഹത്തോട് താൻ പറഞ്ഞു. എന്നിട്ടും ബാലേട്ടൻ തന്നോട് ഇങ്ങനെ ചെയ്തുവല്ലോ. കനക എന്തു ചെയ്യണമെന്നറിയാതെ മനസ്സ് മരവിച്ചങ്ങനെ നിന്നു. ആകാശം കഥയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത പാർട്ടുമായി ഉടനെ വരാം.